You are the culprit. No, I will not go. I will let Delhi know that you are organizing an attack on me. Then you have Delhi. Did you use lathi charge? No, because they are your boss. नहीं तो फिर प्राइम मिनिस्टर के हम बात करो अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हियर police they were standing here at the police protection I will not go from here if the police itself is breaking the law who will uphold the law what do you want to say Mohan I won't go back this is your property I won't go back this is your property police are standing here at the police protection I will not go from here ഗവർണർ ഉറപ്പിച്ചാണ് പോലീസിനോട് കയർക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടു പോലീസാണ് കൾപ്രിറ്റ് പോലീസാണ് പ്രതിസ്ഥാനത്ത് കുറ്റവാളികൾ ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത കേരള പോലീസിനെയാണ് ഗവർണർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഗവർണർ എന്തായാലും അവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ नहीं तो फिर प्राइम मिनिस्टर के हम बात करो अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हियर police they were standing here at the police protection I will not go from here if the police itself is breaking the law who will uphold the law मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ और नहीं तो फिर प्राइम मिनिस्टर के हम बात करो अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हियर police they were standing here at the police protection I will not go from here if the police itself is breaking the law who will uphold the law ഗവർണറുടെ കൂടെയുള്ളവർ ഗവർണറെ വാഹനത്തിലേക്ക് തിരിച്ചു കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഹരിയസ് കർത്തെ അടക്കം പക്ഷേ ഗവർണർ വഴങ്ങുന്നില്ല എന്തായാലും ഗവർണർ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് കേസെടുക്കാതെ ഈ പ്രതിഷേധിച്ച മുദ്രാവാക്യം വിളിച്ച ബാനർ ഉയർത്തിയ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ മടങ്ങില്ല എന്ന് ഉറപ്പിച്ചാണ് ഗവർണർ അതിനൊപ്പം പോലീസിനോടും വലിയ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ ആണ് ഗവർണറുടെ പ്രതികരണം പോലീസാണ് ഈ SFI പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പോലീസ് സംരക്ഷണത്തിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഗുരുതരമായ ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഗവർണർ ഉന്നയിക്കുന്നുണ്ട് ഗവർണറോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസുകാർ മടങ്ങിപ്പോകാൻ കാറിൽ കയറാനൊക്കെ അത് നമുക്ക് കേൾക്കാം കാണാം പക്ഷേ അവരോട് കയർക്കുന്നതാണ് കാണാൻ കഴിയുന്നത് സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള വ്യക്തിയാണ് ഗവർണർ ആ ഗവർണറാണ് ഇങ്ങനെ No, I will not go. You are giving them protection here. Police they were standing here at the police protection. I will not go from വിദ്യാർത്ഥികൾക്ക് പ്രവർത്തകർക്ക് പ്രതിഷേധക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് അതാണ് ഗവർണറുടെ നിലപാട് അവർക്കെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചാണ് ഗവർണർ मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ ഉടൻ കമ്മീഷണറെ വിളിക്കാനൊക്കെ കേൾക്കാം अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हियर police they were standing here at the police protection I will not go from here if the police itself is breaking the law who will uphold the law मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ
ഗവർണറുടെ കൂടെയുള്ള അംഗരക്ഷകരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിക്കാനൊക്കെയാണ് ഗവർണർ എന്തായാലും ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നോമിനിയാണ് ഗവർണർ, അതുകൊണ്ട് സ്വാഭാവികമായും If the police itself is breaking the law, who will uphold the law? मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ. और नहीं तो फिर प्राइम मिनिस्टर के यहाँ बात करो. अपने डॉक्टर പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. Police they were standing here at the police protection. I will not go from here. If the police itself is breaking the law, who will uphold the law? मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ. കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. നിലമ്പലിൽ നാടകീയമായ രംഗങ്ങളാണ് കണ്ണൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി ഓഫീസിലേക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ അവിടെ എത്തിയിരിക്കുകയാണ്. പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നിലവിൽ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്നാൽ ഗവർണർ പറയുന്നത്, എസ് പിയോട് പറയുന്നത്, നിങ്ങളാണ് യഥാർത്ഥ പ്രതികൾ, നിങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ കരിങ്കുടി കാണിക്കാനെത്തിയ SFIക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം കൊല്ലം റൂറൽ എസ് പിയോട് തട്ടിക്കയറുകയാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിലേക്ക് വിളിക്കാനും ഒക്കെ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന IS കർത്ത അദ്ദേഹത്തെ അന്വയിപ്പിച്ച് തിരിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. പിന്നാലെ അദ്ദേഹം സമീപത്തെ ഒരു ചായക്കടയിലേക്ക് എത്തുകയും അവിടെ ഇരിക്കുകയുമായിരുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം ചൂടുവെള്ളം കുടിക്കുകയും ഈ SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ ഒരു കാരണവശാലും താൻ മുന്നോട്ട് പോകില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു ഗവർണർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും സ്ഥിതി അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. സദാനന്ദപുരത്ത് ഒരു ആശ്രമത്തിൽ, ഔദ്യോഗിക ആശ്രമത്തിൽ സദാനന്ദ സ്വാമികളുടെ 100ാം വാർഷികമായി ബന്ധപ്പെട്ട് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഗവർണർ എത്തേണ്ടിയിരുന്നത്. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം നിലവേൽ വഴി സദാനന്ദപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു. ആ സമയത്താണ് യാത്രയിലായിരുന്നു. ആ സമയത്താണ് 50ഓളം വരുന്ന SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഒപ്പം തന്നെ ഗവർണർ ഗോ ബാക്ക് എന്നുള്ള ബാനർ സ്ഥാപിക്കുകയും ചെയ്തത്. എന്നാൽ സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ ഗവർണർ ഈ കരിങ്കൊടി കാണിക്കുന്ന ആൾക്കാർക്ക് അവരെ കൈകാട്ടി അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഉണ്ടായത്. തിരുവനന്തപുരത്ത് നേരത്തെ SFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് രാജ്ഭവന് സമീപത്ത് വെച്ച് കരിങ്കൊടി കാണിച്ച സമയത്ത് ഗവർണർ ഇറങ്ങി വന്ന് അവരോട് കയർക്കുന്ന അവസ്ഥയുണ്ടായി. സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇത്തവണയും ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് SFI പ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തി അടുത്തേക്ക് വരൂ എന്ന് വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് പോലീസുകാരും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ADC അതുപോലെ തന്നെ ഗവർണറുടെ സ്റ്റാഫ് അടക്കമുള്ള ആൾക്കാർ ഇടപെട്ട് അദ്ദേഹത്തെ സമീപത്തെ ഒരു ചായക്കടയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിലും ഇപ്പോഴും സ്ഥിതി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നിലവിൽ ഇപ്പോഴും അദ്ദേഹം ആ സ്ഥലത്ത് ആ ചായക്കടയിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ കേസെടുക്കണം, ഈ പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കണം, അല്ലാതെ അവിടെ മുന്നോട്ട് പോകില്ല, ഒരു പടി പോലും മുന്നോട്ട് പോകില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഗവർണർ. അതിനാടകീയമായ ഒപ്പം തന്നെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ ക്രമസമാധാന വിഷയത്തിൽ ഒരു വലിയ പ്രശ്നമാകാവുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ പോയിരിക്കുന്നത്. നിലവിൽ നേരത്തെ തന്നെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്നുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ SP അതുപോലെ തന്നെ കൊട്ടാരക്കൽ DYSP അടക്കമുള്ള ആൾക്കാർ അവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നാടകീയമായ ക്രമസമാധാന പ്രശ്നത്തിലേക്കും കാര്യങ്ങൾ പോയിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഗവർണർ ആ കാര്യത്തിൽ തന്നെ തുടരുകയാണ്. ഗവർണർ ആദ്യം ഈ കരിങ്കൊടി കാട്ടിയ സമയത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ കരിങ്കൊടി കാട്ടിയ ആൾക്കാരുടെ
ഇടയിലേക്ക് അദ്ദേഹം തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ തന്റെ അടുത്തേക്ക് വരൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഗവർണർ മുന്നോട്ട് പങ്കെടുക്കുകയാണ്. പോലീസുകാരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ നിർണയിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് കൊല്ലം റൂറൽ എസ് പിയോട് അദ്ദേഹം പറയുന്നത്, നിങ്ങളാണ് യഥാർത്ഥ പ്രതികൾ, നിങ്ങൾ ഈ കരിങ്കൊടി കാണിക്കുന്ന എസ്എഫ്ഐക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവരാണ്, ഗവർണർക്ക് സംരക്ഷണം നൽകാൻ വന്നവരല്ല. നിങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി എസ്എഫ്ഐക്കാർക്കെതിരെ പരാതി അല്ലെങ്കിൽ കേസെടുക്കാനുള്ള സമീപനം സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം താൻ ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ തന്നെ ഫോൺ വിളിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിരൂക്ഷമായിട്ടുള്ള ഒരവസ്ഥ. കാര്യം കഴിഞ്ഞ ഈ നിയമസഭയുടെ സമ്മേളനം തുടങ്ങിയ സമയത്ത് ആകെ 5 മിനിറ്റ് മാത്രമാണ് നയപ്രഖ്യാപനം അടക്കം 5 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം നിയമസഭയിൽ കൈക്കൊണ്ടത്. സർക്കാരുമായി അതിരൂക്ഷമായ രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ വീണ്ടും വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗവർണറും അതുപോലെ തന്നെ എസ്എഫ്ഐ പ്രവർത്തകരും തമ്മിൽ വീണ്ടും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു.